ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു കുട്ടി ക്ലീനിങ് വ്ലോഗ് എടുക്കാമെന്ന് കരുതി. ഏട്ടനും കൂടി വീട്ടിലുണ്ടാവുന്ന ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ബാക്ക് യാർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ സമ്മറിലെ ചെടികളെല്ലാം വാടിക്കൊഴിഞ്ഞ് നിൽപ്പുണ്ട്. വിൻ്ററിൻ്റെ തണുപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും അവരെല്ലാം നശിച്ചു പോയി. അപ്പോൾ അതിനെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അടുത്ത സംഭരണത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമാത്രമല്ല സ്പ്രിംഗിലത്തേക്ക് വളരാനുള്ള തുളിപ്സ് എല്ലാം ബൾബ്സ് ഇപ്പോഴാണ് വെച്ച് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷം പൂത്ത ബൾബ്സൊക്കെ അടുത്ത വർഷം പിന്നെയും കിളിർത്ത് വരും. പിന്നെ അത് മാത്രമല്ല ഞാൻ കൂടുതൽ പാക്കറ്റ്സ് ഈ വർഷം വാങ്ങി. അപ്പോൾ അതെല്ലാം നട്ട് കൊടുക്കണം. എൻ്റെ മോളും സഹായത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഏട്ടനും മോളും ഒക്കെ കൂടെ നിന്ന് ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ നോക്കിയതേ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഏട്ടൻ പറയാണ് വീട്ടിലങ്ങ് നിൽക്കണ്ടായിരുന്നു, പണിക്ക് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഞാൻ തുളിപ്സ് നടാൻ തുടങ്ങി. സ്പ്രിങ്ങിൽ ഇതൊക്കെ കിളിർത്ത് വരുന്നത് എനിക്ക് ഇപ്പോഴേ ഓർത്തിട്ട് കാണാൻ കൊതിയായിട്ടും വയ്യ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് മാത്രമല്ല ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു പണിയാണ് ഇതൊക്കെ. എനിക്ക് ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഈ ചെടികളോടുള്ള ഭ്രാന്ത് കണ്ടിട്ട് എൻ്റെ അമ്മാമ്മ പറയാണ് ഞാൻ എക്സാക്ട്ലി എൻ്റെ അമ്മയുടെ കൂട്ട് തന്നെയാണെന്ന്. എൻ്റെ അമ്മയ്ക്കും ഇതേ ചെടി ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഞാനിത് നട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സൺഫ്ലവർ പൂക്കൾ വീടിന് ചുറ്റും വെച്ച കഥയൊക്കെ പറയായിരുന്നു. ആ വീടിൻ്റെ മുറ്റം ഫുള്ള് സൺഫ്ലവേഴ്സ് ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ തുളിപ്സ് ബൾബ്സ് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത വർഷം കിളിർത്ത് വന്നാൽ മതി. പിന്നെ കുറച്ച് ക്ലീനിങ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറാറായപ്പോഴാണ് എനിക്കൊരു മണ്ണിരയെ കിട്ടിയത്. എന്താണെന്നറിയില്ല, എൻ്റെ മോൾക്ക് മണ്ണിരകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ മണ്ണ് കുഴിക്കലും മാന്തലും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് മണ്ണിരനെ കിട്ടാറുണ്ട്. അപ്പോൾ അവൾ വന്നിട്ട് അതിനെ എടുത്തു തരുമോ, കയ്യിൽ വെച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് കയ്യിലൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. അവൾ അതിനെ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷേ എന്തോ അവൾക്കതൊരിഷ്ടം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബായ്.